ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ എടുത്തുന്നതാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത് ബ്രേക്ക് ഉണ്ടായില്ല, ബാക്ക് ഒട്ടും ബ്രേക്ക് ഉണ്ടായില്ല. പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റായിട്ട് നല്ല റേസിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് പരമാവധി കഴിഞ്ഞാണ്. നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ്, പക്ഷേ അഡ്ജസ്റ്റിങ് തീർന്നിട്ടുണ്ട്, പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ. ബാക്ക് വീലിൻ്റെ ബെയറിങ് വേറെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് തീർന്നേക്കാം. ഇത് സൈഡ് തീർന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഈ മൊത്തത്തിൽ ഗ്രിപ്പ് തീർന്നു. ഈ സൈഡിലത്തെ കട്ട മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഒരു പാടൽ കാണിക്കണം അതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ടയർ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റിസെറ്റ് ചെയ്യാം കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ കേസ് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്, CVT ക്ലച്ച് നമുക്ക് വരാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടോ എന്ന് അറിയണം. ക്ലച്ച് ഗ്രീസിങ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അയക്കുന്നത്. അപ്പോൾ നിലവിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത്. ഇതുമേ നിലവിൽ എൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡൊക്കെ ചെറിയൊരു പൊട്ടലാണ് കേട്ടോ ബെൽറ്റിൻ്റെ. അപ്പോൾ ഇത് റിസ്ക് എടുക്കാതിരിക്കണം നല്ലത്, കാരണം ഈ സൈഡേക്ക് നിന്നൊക്കെ നൂല് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. ഈ സൈഡ് നോക്കുമ്പോൾ വിണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ റിസ്ക് എടുക്കാതിരിക്കുക, കൈയോടെ മാറ്റിയിടാം. കാരണം അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബെൽറ്റ് പൊട്ടി വഴി പെട്ടുപോയാൽ പിന്നെ അതിൽ കൂടുതൽ ചിലവായിരിക്കും നമുക്ക്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. സെറ്റ് സ്ലൈഡൊക്കെ ആയാലും സെയിം നമുക്ക് തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ ക്ലച്ചിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിളാണ് ടൈറ്റ് ആക്കണം. ആക്സിലേറ്റർ കേബിളും ചോക്ക് കേബിളും ലോഡായിട്ട് എടുക്കുക. ചോക്കും ലോഡായിട്ടുണ്ട്, ആക്സിലേറ്ററും ലോഡായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ റേസിങ് അത്രയും വന്നെ കേട്ടോ. കാരണം നമുക്ക് വണ്ടി ഒന്നാമത് ബ്രേക്കില്ല, വണ്ടി ഓടിക്കുന്ന സമയത്ത് പിടിച്ച് നിർത്താനും ബുദ്ധിമുട്ടായ രീതിയിലാണ് റേസ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 കേബിളുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണം. പിന്നെ അതേപോലെ തന്നെ ഈ സെക്കൻഡറി ഫീൽഡ് എന്ന് പറയുന്ന യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതുകൂടി ഒന്ന് മാറ്റിയിടാം. പിന്നെ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമുക്ക് പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്കുള്ള പ്ലഗ് നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ കിടക്കുന്നത്, കഴിഞ്ഞ സർവീസിൽ നിന്ന് നമ്മൾ മാറ്റിയതാണെന്ന് പറഞ്ഞു. കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കുകളാണ് കേട്ടോ. അത് നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകണമാണ്. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം ഉണ്ടല്ലോ, ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ പോയിൻറ്റുമായി ബന്ധപ്പെട്ടാണ്, കറക്റ്റ് ലൈനിലാണത് വർക്ക് ചെയ്തിട്ടുള്ളത്, കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ റൊട്ടേഷനിലേക്ക് മാറ്റിയിടാണ്. അതായത് ഈ ടയർ നമുക്ക് ബാക്കിലേക്ക് ഇടാം. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലേക്ക് പുതിയ ടയർ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ സ്മൂത്തായിരിക്കും. അതുകൊണ്ടാണ് കമ്പനി വരുന്ന മോഡൽ, ഹോണ്ടയ്ക്ക് വരുന്ന അതേ മോഡൽ തന്നെ MRFൻ്റെ ടയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സാപ്പർ എന്ന് പറയും, സാപ്പർ മോഡലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ബാറ്ററി ഞാനൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2020 ബാറ്ററിയാണ്. ഇപ്പം നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.80 ഉണ്ടെങ്കിലും ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി 8ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 9 വോൾട്ടിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാം. എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് കേട്ടോ. ബാറ്ററിയുടെ കേസ് നമ്മൾ നോക്കണ്ട, ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ചിലപ്പോൾ അത് ആ രീതിയിൽ കുറേ ഓടാനും മതി, ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം കേട്ടോ. അതാണ് ബാറ്ററിയുടെ കേസ് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, കാരണം ഏകദേശം അതിൻ്റെ ലൈഫ് മാക്സിമം തീർന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം കൂടിയാണ്. കാരണം ഈ മീറ്റർ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു എന്താ പറയുക, അതിൻ്റെ ഒരു പീരീഡ് വെച്ചിട്ട് മാറ്റാനേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർവീസ് വരുന്നത് 4 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ 4 മാസം കൂടുമ്പോൾ സർവീസ് ആണെങ്കിലും 3000 കിലോമീറ്റർ ഓടിയാലാണ് നമുക്ക് ഓയിൽ മാറ്റേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓയിൽ മാറ്റേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ്. കാരണം അതല്ലെങ്കിൽ നമ്മളെന്താ പറ്റുമെന്ന് വെച്ചാൽ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ ആയിപ്പോകും, നമുക്കത് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും അതേപോലെ തന്നെ ടയർ വരുന്നുണ്ട്. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റ് വരുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. പിന്നെ രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വാഷ് ചെയ്യാറുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട രാവിലെ എന്തായാലും ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് രാവിലെ ആ സമയം കൊണ്ട് വാഷ് ചെയ്ത് കിട്ടില്ല. സമയം നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് മതി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് കഴുകി വിടാം. ഈ സാധനം അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട്.
1 മണിക്കുള്ളിലൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. ഞാൻ അത്യാവശ്യം നാളത്തേക്ക് എങ്ങനെയാലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്ത് തരാം. ഇതെവിടെയൊക്കെ എവിടെയൊക്കെ ആയാലും അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കഴുകുമ്പോഴുള്ള മെച്ചമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ കാണാനും അത് കൈയോടെ തന്നെ ചിരണ്ടി കളഞ്ഞ് ക്ലീൻ ചെയ്ത് അത് പെയിൻറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ചേസിൻ്റെ ഭാഗം ഫൈബർ പിന്നെ തുരുമ്പ് വരില്ല. ചേസിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് ഇടാനും പറ്റും. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ബാക്കിയത്തെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. വാട്ടർ സർവീസിൻ്റെ ദിവസം നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേരേ. വാഷിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉച്ചയായിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ.